ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിന്ത്രയിൽ നിന്ന് മേടിച്ച് ഭയങ്കര കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ളതും ഓഫീസ് വെയർ ആയിട്ടുള്ളതും ഭയങ്കര കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു 3-4 ഡ്രസ്സസാണ് ഞങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഓൾറെഡി എല്ലാം അൺപാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും ടോപ്സാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് നമുക്ക് നോക്കാം. സോ ഇതാണ് ആദ്യത്തെ ടോപ്പ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി പോളിസ്റ്റർ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ എനിക്ക് നോക്കിയപ്പോൾ ഭയങ്കര പോളിസ്റ്റർ അല്ല, പ്യുവർ പോളിസ്റ്റർ അല്ല, കുറച്ചുകൂടി എനിക്ക് ഒരു കോട്ടൺ ബ്ലെൻഡായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഭയങ്കര ബ്രീത്തബിൾ ആണ്. അതായത് മൊത്തത്തിൽ ഇടാൻ നല്ലൊരു കംഫർട്ടബിൾ ഉണ്ട്. അതായത് കാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ്. ആൻഡ് ക്യൂട്ടും ആണ്. സ്ലീവ്സ് ഇതുപോലത്തെ ബെൽ സ്ലീവ്സ് ആണ് വരുന്നത്. റൗണ്ട് നെക്കാണ്. ഇതാണ് ടോപ്പ്. ഞാൻ ആക്ച്വലി മേടിച്ചത് എൽ സൈസാണ്. എം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അത് അപ്പം എൽ എടുത്തു. ബട്ട് എൽ എനിക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നു അത്. പക്ഷേ ഞാൻ സാധാരണ ഡ്രസ്സസ് പ്രിഫർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യാത്തത്. എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മേ ബി എം എടുത്ത് ചിലപ്പോൾ കുറച്ചുകൂടി എനിക്ക് ഫിറ്റായിട്ട് കിടക്കുന്നു. സോ എനിക്ക് എല്ലാം ഫൈനാണ്. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ. ഇങ്ങനെ വരാം. മൊത്തത്തിൽ നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കേട്ടോ. ഒന്ന് ക്ലോസപ്പായിട്ട് ഞാൻ കാണിക്കുക. മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എനിക്ക് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വാഷ് ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അടുത്തത് വന്നിട്ട് ഈ ഒരു മെറൂൺ കളറിലുള്ളൊരു നീ ലെങ്ത് ഫ്ലോറൽ പ്രിൻറ്റഡ് കുർത്തയാണ്. ആദ്യം ഞാനത് മേടിച്ചത് ആക്ച്വലി എം സൈസിലായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ എനിക്കത് കുറച്ചുകൂടി ഭയങ്കര ഫിറ്റായിട്ട് കിടക്കണം പോലെ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇതിപ്പോൾ എൽ സൈസാണ് മേടിച്ചിരുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ കോട്ടൺ പോലെ തോന്നും, പക്ഷെ ഇത് ആക്ച്വലി കോട്ടൺ അല്ല, റയോൺ മെറ്റീരിയലാണ്. ആഫ്റ്റർ വാഷ് എന്താണെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് വലിയ പ്രശ്നമൊന്നുമില്ല തോന്നുന്നു, ഇല്ലായിരിക്കും തോന്നുന്നു. പ്രൈസ് വന്നിട്ട് 262 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ഞാൻ മേടിച്ചപ്പോൾ. ഫോർ ദാറ്റ് പ്രൈസ് ദ ഡ്രസ് ഇസ് റിയലി വർത്ത്. നമുക്ക് വൈറ്റ് ലെഗ് ജീൻസിൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടോപ്പാണ്. മൊത്തത്തിൽ ലൈറ്റ്. നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ കാണിച്ച സെയിം മെറൂൺ കുർത്തിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേർഷനാണ്. ഇത് സൈസ് ആക്ച്വലി ഞാൻ ചെറുതായിട്ട് മാറിപ്പോയി. എല്ലാം എടുക്കുന്നതിന് പറഞ്ഞ് ഞാൻ എക്സൽ എടുത്തു പോയി. സോ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്. എല്ലാം സെയിം ഫീച്ചേഴ്സാണ്, സെയിം മെറ്റീരിയൽ, സെയിം പ്രൈസും ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ്. ഒരു വൈറ്റ് ആൻഡ് റെഡ് സ്ട്രൈപ്സ് വരുന്നൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. ഇപ്പം അതിൻ്റെ റേറ്റ് 379 റേഞ്ചിലാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ എടുത്ത സമയത്ത് ഐ തിങ്ക് ഒരു 300 അല്ലെങ്കിൽ 290 ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പാണ്. വീനെക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ ബട്ടൺസാണ് വരുന്നത്. കോട്ടൺ മെറ്റീരിയൽ. ഇത് ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. ഭയങ്കര ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെയും അൺബോക്സിങ് കഴിഞ്ഞു. എല്ലാത്തിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ ഇഫ് യു ലൈക്ക് ടു പർച്ചേസ് യു ക്യാൻ. എല്ലാം മിന്ത്രയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. എല്ലാത്തിൻ്റെയും റേഞ്ച് എന്ന് പറയുന്നത് ഒരു 300-ൻ്റെ ഉള്ളിലായിരുന്നു. സോ ആ ഒരു പ്രൈസിന് ഐ തിങ്ക് എല്ലാം നല്ല വർത്തായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.